മന്നവന്നൂർ വഴി പൂണ്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. യാത്ര മന്നവന്നൂരിലേക്കാണ്. ചെമ്മരിയാടുകൾ മേയുന്ന താഴ്വാരങ്ങൾ കാണുവാൻ പൈൻ മരങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ മന്നവന്നൂരിലേക്ക്. ഈ കാണുന്ന പൈൻ മരങ്ങൾക്കും യൂക്കാലി മരങ്ങൾക്കും അപ്പുറം കാടാണ്. അതിനാൽ തന്നെ കാട്ടുപോത്തിൻ്റെയും പുലിയുടെയും ഒക്കെ ചിത്രങ്ങൾ വെച്ച ബോർഡുകൾ ഇങ്ങനെ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. കൊടൈക്കനാലിൽ നിന്നും തുടങ്ങിയ നമ്മുടെ യാത്രയിലെ ആദ്യ കാഴ്ച പൂമ്പാറ ഗ്രാമമായിരുന്നു. റോഡിനു താഴെ തട്ടുതട്ടായുള്ള കൃഷിയിടത്തിനു നടുവിലായി ഒരു കൂട്ടം വീടുകൾ തലയുയർത്തി നിൽക്കുന്ന പൂമ്പാറ ഗ്രാമം. കൊടൈക്കനാലിൽ നിന്നും ഏകദേശം 32 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തമിഴ്നാടിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിപ്പേരുള്ള മന്നവന്നൂർ ഗ്രാമത്തിൽ എത്തിച്ചേരാം. കടുത്ത വേനലിലും അതിൻ്റെ ഭംഗിയും തണുപ്പും ഒട്ടും കുറയാത്ത മനോഹര സ്ഥലം കൂടിയാണ് ഈ മന്നവന്നൂർ. ഈ കാണുന്നതാണ് മന്നവന്നൂർ ഷീപ്പ് ഫാം. ഇവിടെ ധാരാളം കാഴ്ചകളുണ്ട്. പക്ഷേ പത്തനംതിട്ടയിൽ നിന്നും തുടങ്ങിയ ഞങ്ങളുടെ യാത്ര ഏകദേശം 300 കിലോമീറ്റർ ഇപ്പോൾ തന്നെ പിന്നിട്ടിരിക്കുന്നു. യാത്രാക്ഷീണം കാരണം ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത പൂണ്ടി എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ തിരികെ നമ്മൾ മന്നവന്നൂർ ഷീപ്പ് ഫാമിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടുത്തെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് 10 ഡിഗ്രിയോളം അടുത്താണ്. തണുത്തിട്ട് വണ്ടി ഓടിക്കുവാൻ തന്നെ നല്ല പ്രയാസം. ഈ കാണുന്നതാണ് മന്നവന്നൂർ എക്കോ ടൂറിസം സൈറ്റ്. നമ്മുടെ വാഗമണ്ണ് മൊട്ടക്കുന്ന് പോലുള്ളൊരു സ്ഥലം. പക്ഷേ 10 മണിക്കേ ഇവിടെ ഓപ്പൺ ആകുകയുള്ളൂ. ഇപ്പോൾ സമയം 7 മണി മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ കാഴ്ചകൾ ഇവിടെയല്ലല്ലോ, ഷിപ്പ് ഫാമാണ് എൻ്റെ ലക്ഷ്യം. അവിടെ ചെന്നപ്പോൾ അതും 10 മണിക്കേ ഓപ്പൺ ആകുകയുള്ളൂ. എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. തണുപ്പ് കാരണം ഇപ്പോൾ തന്നെ 3 ചായ കുടിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ തമിഴ്നാടിൻ്റെ സ്വന്തം ഇഡലിയും വടയും. ഇപ്പോഴും സമയം 8 മണിയേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടത്തിന് നടുവിലൂടെ ഒരു റോഡ് താഴേക്ക് പോകുന്നത് കണ്ടത്. അതുവഴി ഒന്ന് പോയി വരാമെന്ന് കരുതി. ഫാം തുറക്കുവാൻ ഇനിയും 2 മണിക്കൂറോടെ ബാക്കിയുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന നഗരങ്ങളും ഗ്രാമങ്ങളും അവയുടെ ചുരുളഴിയാത്ത പാതകൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് മുന്നിൽ തുറന്നു തരും. മന്നവന്നൂരിലെ പേരറിയാത്ത ഏതോ ഒരു ഗ്രാമം. പല്ലുകൾ കൂട്ടിയിടിക്കുന്ന തണുപ്പാണ്, അതിനൊപ്പം അതിമനോഹരമായ കാഴ്ചകളും. രാവിലെ തന്നെ ഇവരൊക്കെ ഏതോ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇന്നിവിടെ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. പൂണ്ടിയിലും ഇതുപോലെ കല്യാണ പോസ്റ്റർ ധാരാളം കണ്ടിരുന്നു. എന്തായാലും ഇവിടേക്ക് വന്നത് നന്നായി, അല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ മിസ്സാകുമായിരുന്നു.
ഈ ഗ്രാമത്തിലേക്കുള്ള റോഡ് ഇവിടെ തീരുന്നു. ഇനി അങ്ങോട്ട് വീടുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും തിരികെ പോവുകയാണ്. രാവിലെ കൂടുതലായും ചായക്കടകളാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. ഇവിടെയുള്ള കല്യാണത്തിന് പോകുവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഇവിടുത്തെ ഈ ഗ്രാമവാസികൾ. ഇടയ്ക്കിടെ 2-3 വണ്ടികൾ വന്ന് ട്രിപ്പ് അടിക്കുന്നുണ്ട്. തിരികെ പോകുമ്പോൾ നമ്മുടെ വഴി മുടക്കി ഇങ്ങനെ കുറച്ചു പേർ ഇവിടെയുണ്ട്. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിൽ വരുന്ന ഈ കാർഷിക ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6170 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം മന്നവന്നൂർ തടാകവും അതിനോട് ചേർന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ചെമ്മരിയാട് ഫാം ആൻഡ് റിസർച്ച് സെന്ററുമാണ്. സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായിരിക്കുന്നു. ഒരാൾക്ക് 20 രൂപ മുടക്കിയാൽ ഫാമിനകത്തേക്കുള്ള പാസ് ലഭിക്കും. ഇനി ഫാമിനകത്തേക്ക് നടക്കണം. കുന്നിന് മുകളിൽ വരെ വണ്ടി പോകുമെങ്കിലും ഇവിടെ നിന്നും നടന്നു പോകാമെന്ന് കരുതി. കൊടൈക്കനാലിൽ നിന്നും 33 കിലോമീറ്റർ അകലെയാണ് മന്നവന്നൂർ. ഇവിടേക്ക് ടാക്സിയിൽ വരുവാണെങ്കിൽ ഏകദേശം 1500 മുതൽ 2000 രൂപ വരെ അവർ ഈടാക്കും. ഈ റൂട്ടിൽ ദിവസേന ഇവിടുത്തെ ലോക്കൽ ബസ്സുകൾ ഓടുന്നുണ്ടെങ്കിലും 1-2 ട്രിപ്പ് മാത്രമാണ് ദിവസമുള്ളത്. കൊടൈക്കനാലിൽ നിന്ന് രാവിലെ 8 മണിയോടെയാണ് ആദ്യ ബസ് പുറപ്പെടുന്നത്. ഏകദേശം 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇവിടുത്തെ കുതിരസവാരിക്കുള്ള കുതിരകളാണ് ഈ പോകുന്നത്. നല്ല ഭംഗിയല്ലേ? ഷീപ്പ് ഫാമിനകത്ത് തന്നെ പാർക്കിങ്ങിനായി വലിയ കോമ്പൗണ്ടാണ് ഉള്ളത്. അതിനാൽ തന്നെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രത്തിലുള്ളതുപോലെ തിരക്കുണ്ടാകില്ല. അതും ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ്. ദാ നമ്മുടെ ഷീപ്പ് ഫാം ഗേറ്റ് കടന്ന് നമുക്ക് അകത്തേക്ക് പോകാം. സന്ദർശകരെ കാത്തിരിക്കുകയാണ് നമ്മുടെ ആ കുതിരകൾ. അതിൽ സവാരി ചെയ്യാൻ ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു കെട്ടിടത്തിനുള്ളിൽ ധാരാളം ഇനങ്ങളിലുള്ള മുയലുകളെ നമുക്ക് കാണാം. ഇത് ഇവിടുത്തെ റാബിറ്റ് ഫാം. ഇതെല്ലാം പല ഇനത്തിലുള്ള റാബിറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന കാഴ്ച ഇതാണ്. 1966 തുടങ്ങിയ ഷിപ്പ് യൂണിറ്റ്. ഇതാണ് ഇവിടുത്തെ ചെമ്മരിയാടിൻ്റെ കൂട്. പക്ഷേ ഇതിൽ ആടുകൾ ഇപ്പോൾ ഒന്നുമില്ല. അവയെല്ലാം താഴ്വാരങ്ങളിൽ മേയാൻ പോയിരിക്കുകയാണ്. നമുക്കത് കാണുവാൻ വേണ്ടി പോകാം. മന്നവന്നൂർ തടാക കാഴ്ച ഒരുക്കുന്ന കുന്നിൽ തന്നെയാണ് ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങളും മേയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെ. ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകളിൽ ഓടി മറയുന്ന കോടമഞ്ഞും പച്ചപ്പായ താഴ്വാരത്ത് പുല്ലുമെഞ്ഞു നടക്കുന്ന ചെമ്മരിയാടിൻ കൂട്ടങ്ങളും. ഈ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇങ്ങോട്ടുള്ള ട്രിപ്പിൽ ഞാൻ മനസ്സിൽ കുറിച്ചിട്ട ഫ്രെയിമുകൾ.
ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏതോ വിദേശ രാജ്യത്തെ കാഴ്ചകൾ നമുക്ക് ഓർമ്മ വരില്ലേ? അതിനാലാണ് ഇവിടം തമിഴ്നാടിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത്. മലനിരകളുടെ രാജകുമാരി തൻ്റെ മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച ചില വിസ്മയങ്ങളിലൊന്നാണ് മന്നവന്നൂർ. ദാ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ? ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിവിടം. അതിലൊന്നാണ് മമ്മൂട്ടിയുടെ പേരമ്പ്. ദാ ഈ വ്യൂ നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റിട്ടോ ഈ സ്ഥലം നമ്മൾ ധാരാളം സിനിമയിൽ കണ്ടിട്ടുണ്ട്. യാത്രയെ സ്നേഹിക്കുന്നവർ ഒരിക്കലും മിസ്സും ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് മന്നവന്നൂർ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം.